of operators and operands that is interpreted to produce some other value. In any programming language, an expression is evaluated as per the precedence of its operators, so that if there is more than one operator in an expression, their precedence decides which operation will be performed first. We have many different types of expressions in Python. അപ്പോൾ ഒരു എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് എന്താണ്, ഓപ്പറാൻസിൻ്റെയും ഓപ്പറേറ്റേഴ്സിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്ന പേരാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഒരു എക്സ്പ്രഷനകത്തെ വേരിയബിൾസിനെ അല്ലെങ്കിൽ വാല്യൂസിനെയാണ് നമ്മൾ ഓപ്പറാൻസ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേറ്റർ എന്ന് വെച്ചാലോ, ഈ ഓപ്പറാൻസ് തമ്മിൽ എന്ത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യേണ്ടത് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രിസിഡൻസ് അനുസരിച്ചിട്ടായിരിക്കും. അതായത് ഓരോ ഓപ്പറേറ്ററിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു വാല്യൂ ഉണ്ട്, ഒരു പ്രിസിഡൻസ് വാല്യൂ ഉണ്ട്. ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഏതാണ്, സെക്കൻഡ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഏതാണ്, അങ്ങനെ ഒരു പ്രിസിഡൻസ് വാല്യൂ ഉണ്ട്. അതിൻ്റെ ബേസിലായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള എക്സ്പ്രഷൻസ് ആണ്. അപ്പം ഒന്നാമത്തെ എക്സ്പ്രഷൻ ആണ് കോൺസ്റ്റന്റ് എക്സ്പ്രഷൻസ്. These are the expressions that have constant values only. അപ്പോൾ കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, അതിനകത്തെ ഓപ്പറാൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു 15 പ്ലസ് 1.3. അപ്പോൾ ഇവിടുത്തെ ഓപ്പറാൻസ് ആണ് ഈ 15ഉം അതുപോലെ തന്നെ 1.3 എന്നും പറയുന്നത്. പ്ലസ് എന്നുള്ളതാണ് ഇവിടുത്തെ ഓപ്പറേറ്റർ. എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 15 1.3 അല്ലെങ്കിൽ 1.3 എന്നും കൂടെ പറയുന്നതാണ് എന്തെന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ഓപ്പറാൻസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂസ്. ഇവിടെ ഓപ്പറാൻസിന്റെ വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇതിനെ കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. An arithmetic expression is a combination of numeric values, comma, operators and sometimes parentheses. The result of this type of expression is also a numeric value. The operators used in these expressions are arithmetic operators like addition, subtraction, etc. Here are some arithmetic operators in Python. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പേരിനകത്ത് തന്നെ ഉണ്ട് എന്താണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓപ്പറാൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, അരിത്തമെറ്റിക് വാല്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ നമ്പർ വാല്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എങ്ങനത്തെ ആയിരിക്കും, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും ആ എക്സ്പ്രഷനകത്ത് വരുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്, അഡീഷൻ വരാം, സബ്ട്രാക്ഷൻ വരാം, മൾട്ടിപ്ലിക്കേഷൻ വരാം, ഡിവിഷൻ വരാം, അങ്ങനെയുള്ളവയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഒരു എക്സ്പ്രഷനകത്ത് ഓപ്പറേറ്റർ അരിത്തമെറ്റിക് ആണെങ്കിൽ നമുക്ക് ആ എക്സ്പ്രഷനെ എന്തെന്ന് പറയാം, അതൊരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണെന്ന് പറയാം. ഇപ്പം ഇവിടെ പൈത്തനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, കോഷ്യന്റ് അല്ലെങ്കിൽ ഫ്ലോർ ഡിവിഷൻ കാണുന്നത്, റിമൈൻഡർ, എക്സ്പോണേഷൻ, ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് സാധാരണയായിട്ട് പൈത്തനകത്ത് യൂസ് ചെയ്യുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇനി ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കുക. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു 40, വൈ ഈക്വൽ ടു 12, ആഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, സബ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ, പ്രോ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ, ഡിവ് ഈക്വൽ ടു എക്സ് ബൈ വൈ. അപ്പോൾ ഇവിടെ എക്സ് എന്നും വൈ എന്നും പറയുന്നതാണ് വേരിയബിൾസ്. അതിന്റെ വാല്യൂ 40ഉം 12ഉം ആണ്. ആഡ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ ആണ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ എക്സ്പ്രഷൻ എന്തെന്ന് പറയാം, ഇതൊരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണെന്ന് പറയാം. അതുപോലെ സബ്, പ്രോയ്, ഡിവ് ഈ ഓരോ വേരിയബിളിലോട്ടും അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഈ വേരിയബിൾസിനെ പ്രിന്റ് ചെയ്യിക്കുമ്പം കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിന്റെയും വൈയുടെയും വാല്യൂ അനുസരിച്ച് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തതാണ് ഇന്റഗ്രൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. These are the kind of expressions that produce only integer results after all commutations and type conversions. അപ്പോൾ ഇന്റഗ്രൽ
എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എത്രേ ഉള്ളൂ, ഒരു എക്സ്പ്രഷന്റെ ഫൈനൽ വാല്യൂ അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇൻറ്റിജർ റിസൾട്ട് ആണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷൻസിന് പറയുന്ന പേരാണ് ഇന്റഗ്രൽ എക്സ്പ്രഷൻ. എക്സാമ്പിൾ നോക്കുക. ഇവിടെ എ ബി സി എന്ന് പറയുന്നതാണ് 3 വേരിയബിൾസ്. എയുടെ വാല്യൂ 13ഉം ബിയുടെ വാല്യൂ 12 നമ്മൾ 12.0 നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സി ഈക്വൽ ടു എ പ്ലസ് ഇൻറ്റ് ഓഫ് ബി, പ്രിന്റ് സി. അപ്പൊ എ പ്ലസ് ഇൻറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത് എന്താണ്, ബിയുടെ വാല്യൂ ഓൾറെഡി എന്താണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ് വന്നിരിക്കുന്നത് അല്ലെ, 12.0 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇൻറ്റ് ഓഫ് ബി കൊടുക്കുമ്പോൾ ആ പോയിന്റിലുള്ള വാല്യൂവിനെ ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും എയോട് കൂടി ആഡ് ചെയ്യുന്നത്. അവിടെ ഒരു ടൈപ്പ് കൺവേർഷൻ നടക്കുന്നുണ്ട്. അപ്പൊ സി ഈക്വൽ ടു എ പ്ലസ് ഇൻറ്റ് ഓഫ് ബി, എയുടെ വാല്യൂ ഇൻറ്റിജർ ആണ്, ബിയുടെ വാല്യൂ നമ്മൾ ഫ്ലോട്ട് ആയിരുന്നത് കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജർ ആക്കിയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സിയുടെ വാല്യൂ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുന്നത്, ഒരു ഇൻറ്റിജർ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷൻസിന് പറയുന്ന പേരാണ് ഇന്റഗ്രൽ എക്സ്പ്രഷൻ. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ഫ്ലോട്ടിംഗ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. These are the kind of expressions which produce floating point numbers as a result after all computations and type conversions. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, നേരത്തെ ഇൻറ്റിജർ വാല്യൂവിനെ തരുന്ന എക്സ്പ്രഷൻ പറയുന്ന പേരായിരുന്നു ഇന്റഗ്രൽ എക്സ്പ്രഷൻ. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ എന്തായിരിക്കും, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ റിസൾട്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസിന് പറയുന്ന പേരാണ് ഫ്ലോട്ടിംഗ് എക്സ്പ്രഷൻസ്. എക്സാമ്പിൾ നോക്കുക. ഇവിടെ എയുടെ വാല്യൂ 13ഉം ബിയുടെ വാല്യൂ 5ഉം, സി ഈക്വൽ ടു എ ബൈ ബി. അപ്പൊ 13നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2.6 ആണ്. 2.6 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. അപ്പൊ ഇവിടെ ഈ സി ഈക്വൽ ടു എ ബൈ ബി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പറയാം, ഒരു ഫ്ലോട്ടിംഗ് എക്സ്പ്രഷൻ ആണെന്ന് പറയാം. അടുത്ത 5ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് റിലേഷണൽ എക്സ്പ്രഷൻ. In these types of expressions, arithmetic expressions are written on both sides of relational operator. Those arithmetic expressions are evaluated first and then compared as per relational operator and produce a Boolean output in the end. These expressions are also called Boolean expressions. ഇനി റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്, അരിത്തമെറ്റിക് എക്സ്പ്രഷന്റെ കൂടെ റിലേഷണൽ ഓപ്പറേറ്ററും കൂടെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷന് പറയുന്ന പേരാണ് റിലേഷണൽ എക്സ്പ്രഷൻ. അപ്പൊ അതിന്റെ ഈ റിലേഷണൽ ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, നമ്മുടെ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കുക. അപ്പൊ ഈ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് വെച്ചായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നത്, റിലേഷൻസ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. റിലേഷണൽ എക്സ്പ്രഷന്റെ എക്സാമ്പിൾ, എയുടെ വാല്യൂ 21, ബിയുടെ വാല്യൂ 13, സി ഈക്വൽ ടു 40, ഡി ഈക്വൽ ടു 37, പി ഈക്വൽ ടു എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി മൈനസ് ഡി. ഇവിടെ നോക്കുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നതാണ് റിലേഷണൽ ഓപ്പറേറ്റർ. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത് എന്താണ്, അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ്. എ പ്ലസ് ബി എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ്, സി മൈനസ് ഡി എന്ന് പറയുന്നത് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ്. അപ്പൊ അത് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ലോജിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. These are kinds of expressions that result in either true or false. It basically specifies one or more conditions. For example, 10 equal to 9 is a condition. If 10 is equal to 9, as we know, it is not correct, so it will return false. Studying logical expressions, we also come across some logical operators which can be seen in logical expressions most often. Here are some logical operators in Python. അപ്പോൾ എന്താണ്, അതായത് ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പൈത്തനകത്തെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വരുന്ന എക്സ്പ്രഷനും കൂടെ പറയുന്ന പേരാണ് ലോജിക്കൽ എക്സ്പ്രഷൻ. ലോജിക്കൽ ആൻഡ്, ഓർ, നോട്ട് അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് വരുന്ന എക്സ്പ്രഷൻ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലോജിക്കൽ എക്സ്പ്രഷൻ. ഓപ്പറേറ്റേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്, ആൻഡ്, ഓർ, നോട്ട്. സിൻടാക്സ് പി ആൻഡ് ക്യൂ, പി ഓർ ക്യൂ, നോട്ട് പി. ഇവിടെ പിയും ക്യൂ ഒക്കെ എന്താണ്, വേരിയബിൾസ് ആണ്. പി ആൻഡ് ക്യൂ ആണെങ്കിൽ if returns
true if both p and q are true, otherwise returns false. p യുടെയും q യുടെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ ആയിരിക്കും ഈ ഒരു എക്സ്പ്രഷൻ ട്രൂ റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി p or q, it returns true if at least one of p and q is true. ഇവിടെ p ഓ q ഓ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ വാല്യൂ ട്രൂ ആയിട്ട് വന്നാൽ അവിടെ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നോട്ട് p, ഇവിടെ എന്തായിരിക്കും? ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് കണ്ടീഷൻ p ഈസ് ഫോൾസ്. പിക്കകത്തെ കണ്ടീഷൻ ഫോൾസ് ആയിട്ട് വരുന്ന കേസിലായിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ റിട്ടേൺ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കി. p equal to 10 equal to 9, q equal to 7 greater than 5. r equal to p and q, s equal to p or q, t equal to not p. അപ്പൊ ഈ ആറും എസും ടി എന്നും പറയുന്നതാണ് എന്ത്? ലോജിക്കൽ എക്സ്പ്രഷൻസ്. അപ്പൊ ഇവിടെ എല്ലാം പിയും ക്യൂ എന്നൊക്കെ പറയുന്നത് എന്താണ്? അതിനകത്ത് മറ്റ് എക്സ്പ്രഷൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ പി ആൻഡ് ക്യൂ, പിയുടെ വാല്യൂ 10 ഈക്വൽ ടു 9 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്യൂവിന്റെ വാല്യൂവോ 7 ഗ്രേറ്റർ ദാൻ 5. 7 എന്ന് പറയുന്നത് 5-നെക്കാട്ടിലും വലുതാണോ? അപ്പൊ ഇവിടെ 6 വർക്ക് ചെയ്യണമെങ്കിൽ പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ മാത്രമേ ആറിന്റെ വാല്യൂ ട്രൂ ആയിട്ട് വരത്തുള്ളൂ. അടുത്ത കേസ് എസ് ഈക്വൽ ടു പി ഓർ ക്യൂ. അപ്പൊ ഇവിടെയോ പി ചെക്ക് ചെയ്യുമ്പം ട്രൂ ആണെങ്കിലോ അല്ലെങ്കിൽ ക്യൂ ചെക്ക് ചെയ്യുമ്പം ട്രൂ ആണെങ്കിലോ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ നമ്മുടെ എസ് എന്ന് പറയുന്ന ലോജിക്കൽ എക്സ്പ്രഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രൂ വാല്യൂ ആയിരിക്കും. ഇനി ടി ഈക്വൽ ടു നോട്ട് പി, അതായത് പിക്കകത്തെ കണ്ടീഷൻ എപ്പോഴാണോ തെറ്റായിട്ട് വരുന്നത് അപ്പോഴായിരിക്കും ഈ ടി എന്ന് പറയുന്ന എക്സ്പ്രഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രൂ വാല്യൂ വരുന്നത്. ഇനി അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഫോൾസും ട്രൂവും ട്രൂവും. അടുത്താണ് ബിറ്റ് വൈസ് എക്സ്പ്രഷൻസ്. ദീസ് ആർ ദ കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസ് ഇൻ വിച്ച് കമ്പ്യൂട്ടേഷൻസ് ആർ പെർഫോംഡ് അറ്റ് ബിറ്റ് ലെവൽ. അതായത് ബിറ്റ് വൈസിൽ അല്ലെങ്കിൽ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? ബിറ്റ് വൈസ് എക്സ്പ്രഷൻ ആണെന്ന് പറയാം. എക്സാമ്പിൾ എ ഈക്വൽ ടു 12, എക്സ് ഈക്വൽ ടു എ. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ഷിഫ്റ്റ് ലെഫ്റ്റും ഷിഫ്റ്റ് റൈറ്റും ആണ് തന്നിരിക്കുന്നത്. y ഈക്വൽ ടു എ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എയുടെ വാല്യൂ 12 ആണ്. ആ 12നെ 2 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 1 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് തന്നിരിക്കുന്നത്. അടുത്താണ് കോമ്പിനേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. We can also use different types of expressions in a single expression and that will be termed as combinational expressions. അപ്പോൾ കോമ്പിനേഷണൽ എക്സ്പ്രഷൻ എന്താണ്? ഇതുവരെ പഠിച്ചിരിക്കുന്ന പല ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പ്രഷൻസ് നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ എക്സ്പ്രഷൻ ആക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷന് പറയുന്ന പേരാണ് കോമ്പിനേഷണൽ എക്സ്പ്രഷൻസ്. എക്സാമ്പിൾ എ ഈക്വൽ ടു 16, ബി ഈക്വൽ ടു 12, സി ഈക്വൽ ടു എ പ്ലസ് ബി. ഷിഫ്റ്റ് ഓപ്പറേറ്റർ ആണ് തന്നിരിക്കുന്നത്, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ റിസൾട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഏതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? ബിറ്റ് വൈസ് എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എ പ്ലസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം അരിത്തമെറ്റിക് എക്സ്പ്രഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അരിത്തമെറ്റിക്കിന്റെയും ബിറ്റ് വൈസ് ഓപ്പറേറ്ററിന്റെ അല്ലെങ്കിൽ ബിറ്റ് വൈസ് എക്സ്പ്രഷന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. But when we combine different types of expressions or use multiple operators in a single expression, operator precedence comes into play. അപ്പോൾ ഇതുപോലെ നമ്മൾ കോമ്പിനേഷണൽ എക്സ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ പല ഓപ്പറേറ്റേഴ്സ് വരാം, അതുപോലെ തന്നെ പല എക്സ്പ്രഷൻസ് വരാം. അപ്പം അങ്ങനെയുള്ളത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഓപ്പറേറ്ററിന്റെ പ്രിസിഡൻസ് അനുസരിച്ചായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് ബേസിക് ആയിട്ട് പൈത്തണിനകത്തെ എക്സ്പ്രഷൻസും അതിന്റെ ക്ലാസിഫിക്കേഷൻസും.